ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാജിക്ക് ചെയ്യാം. ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് വന്നാലോ? പഴയ കാലത്തെ പ്രിൻ്റ്. നമ്മൾ ഇന്നൊരു മാജിക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പോവാണ്. അത് പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് കുറേ ഇലകളൊക്കെ വേണം. അപ്പം ഞാനിവിടെ എൻ്റെ പറമ്പിലുള്ള ഇലകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് വെച്ച് സ്റ്റിക്കർ ഉണ്ടാക്കാം. ഓക്കേ. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പേപ്പർ, തീപ്പെട്ടി, ബോർഡ്, ഇല, പിന്നെ നമ്മുടെ മണ്ണെണ്ണ വിളക്ക്, പിന്നെ എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. തീപ്പെട്ടി വെച്ച് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. അപ്പം അമ്മമാരാരെങ്കിലും ഉണ്ടായാൽ നല്ലതായിരിക്കും, കാരണം തീക്കകത്തുള്ള കളിയാണ് കേട്ടോ. അപ്പം നമ്മൾ അരുളിയില എടുത്തിട്ട് അതിൻ്റെ ബാക്ക് വശത്ത് എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എണ്ണ തേച്ചാൽ മാത്രമേ നമുക്ക് അത് പ്രിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക, കുറച്ച് മതി. എന്നിട്ട് ദാണ്ടേ മണ്ണെണ്ണകളൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ ആ പുക വരുന്ന ഭാഗമില്ലേ, അവിടെ നന്നായിട്ട് പുക കൊള്ളിക്കണം. ആ കറുത്ത പുക അതിൻ്റെ ആ എണ്ണ തേച്ച ഭാഗത്ത് കൊള്ളിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഫുള്ള് അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ദാ കണ്ടോ, നല്ല ബ്ലാക്ക് കളറാകും. എന്നിട്ട് ഇത് നമ്മൾ പേപ്പറിലേക്ക് വെക്കുക. എവിടെയാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അവിടെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ പേപ്പറിലേക്ക് അത് പതിഞ്ഞ് വരണം. അതുപോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങരുത്, ബലത്തെ പിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ നല്ല ഭംഗിയിൽ അത് പ്രിൻ്റായിട്ട് വരും. നോക്കിയേ, അങ്ങനെ തന്നെ നന്നായിട്ട് അമക്കി കൊടുക്കണം. എന്നിട്ട് പതിയെ എടുക്കുമ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇതുപോലെ നമുക്ക് ഇലകൾ ശേഖരിച്ച് ഇതുപോലെ പ്രിൻ്റ് ചെയ്താൽ നമ്മുടെ പുസ്തകം ഒന്നും വൃത്തികേടാകാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും കോരി ഒഴിക്കരുത് കേട്ടോ, കുറച്ച് മയം തൂത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഭംഗിയിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ അത് ഏത് ഇലയാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. കണ്ടോ, ഇന്ന് ഞങ്ങൾ അരുളിയും സപ്പോർട്ടിക്കയുടെ ഇല വെച്ചിട്ടാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടോ, വൈഷ്ണവി ഉണ്ടാക്കിയ സ്റ്റിക്കർ അരുളിയുടെയും സപ്പോർട്ടിക്കയുടെ ഇലയും നിങ്ങളുടെ പറമ്പിലുള്ളത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് അരുളിയുടേതും സപ്പോർട്ടയുടെയും ഇല വെച്ചാണ് സ്റ്റിക്കർ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.